ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് വി എസ് അച്യുതാനന്ദനെ കുറിച്ചാണ്. അദ്ദേഹം ഈയിടെ ജൂലൈ 21 മരണപ്പെട്ടിരിക്കുന്നു. വി എസ് അച്യുതാനന്ദനെ പറ്റി പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് സംസാരിക്കാൻ. പക്ഷെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. വളരെ ചെറിയൊരു ഓവർവ്യൂ, എന്തായിരുന്നു അദ്ദേഹം എന്നുള്ള ഒരു ചെറിയൊരു ഓവർവ്യൂ ആണ് ഞാൻ ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നത്. വി എസ് അച്യുതാനന്ദൻ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രശസ്തരായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ സമര ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. 1940 അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ അംഗത്വമെടുത്ത് അതിലൊരു അംഗമാകുന്നത്. അതിനുശേഷം 1964 നമുക്കെല്ലാവരും CPIM എന്ന പാർട്ടി രൂപീകരിക്കുകയും അദ്ദേഹം അതിലൊരാളായിരുന്നു. രൂപീകരിച്ച ഒരുപാട് ആൾക്കാരിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ. മരണം വരെ അദ്ദേഹം ആ പാർട്ടിയിൽ തന്നെയായിരുന്നു. സോ വി എസ് അച്യുതാനന്ദന്റെ ചരിത്രത്തിനെ പറ്റി ചോദിക്കുകയാണ് നമ്മൾ ആദ്യം പറയേണ്ടി വരിക. ശരിക്കും പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് അല്ലെങ്കിൽ CPIM, CPI എല്ലാത്തിനെയും ഈ ഒരു നിലയിൽ അത് കമ്മ്യൂണിസത്തിന്റെ വേരുറപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും കമ്മ്യൂണിസം എന്ന് കേട്ട് കഴിഞ്ഞാൽ ആ ഒരു ചോരത്തളപ്പ് ഉണ്ടാവാനൊക്കെ കാരണമായത്, അതിന്റെ ഒരു ബേസ് ഇട്ടത് അല്ലെങ്കിൽ ഒരു തറ ഇട്ടത് ശരിക്കും പറയുകയാണെങ്കിൽ പുന്നപ്ര വയലാർ സമരഭൂമിയായിരുന്നു. അന്നവിടെ ഒരുപാട് നിരപരാധികൾ പോലീസിന്റെ മർദ്ദനത്തിനിരയും അതുപോലെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടു. നമ്മുടെ വി എസ് അച്യുതാനന്ദൻ ആ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയായിരുന്നു. 1946 നമ്മുടെ ഈ പുന്നപ്ര വയലാർ സമരം ഉണ്ടാകുന്നത്. ആ സമരത്തിലൂടെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച ശരിക്കും തുടങ്ങുന്നത്. അതിനുശേഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെയധികം വളർച്ച ഉണ്ടായി. യുവാക്കൾ അതിലേക്ക് ആകൃഷ്ടരായി. അങ്ങനെ പല പല കാര്യങ്ങളുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വളർച്ച വലിയൊരു ശക്തി സ്രോതസ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുന്നപ്ര വയലാർ സമര ഭൂമി. അതിലൂടെ അത് കണ്ട ആൾക്കാർ അവിടെ സംഭവിച്ച തെറ്റായ കാര്യങ്ങൾക്കും അതുപോലെ അവിടെ അതൊന്ന് സമരം ചെയ്ത ആൾക്കാരുടെ ദുരവസ്ഥയ്ക്കും ഒക്കെ കാരണക്കാരായ പോലീസുകാരെ അതുപോലെ തന്നെ ഭരണകൂടത്തിനെതിരെയും ശബ്ദിച്ചുകൊണ്ട് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് അടിയുറച്ചു നിൽക്കുന്നവരായി ഒരുപാട് പേർ ഒഴുകിയെത്തിയെന്ന് തന്നെ വേണം പറയാം. ഇനി നമുക്ക് വി എസ് അച്യുതാനന്ദന്റെ ആ ഒരു മുഖ്യമന്ത്രി കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അത് 2006 മുതൽ 2011 വരെ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകും. അതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ശരിക്കും പറഞ്ഞ ഈ അഴിമതിക്കെതിരെയും അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള ഈ തെറ്റായ കാര്യങ്ങൾക്കൊക്കെ എതിരെ ഒരുപാട് വളരെ ശക്തമായി നിലകൊണ്ട ഒരു മുഖ്യമന്ത്രി തന്നെയായിരുന്നു. നമുക്കറിയാം മൂന്നാറിലുണ്ടായ കയ്യേറ്റമൊക്കെ അദ്ദേഹം ഒഴിപ്പിച്ചു. ആ മൂന്നാറിലുണ്ടായ കയ്യേറ്റം അദ്ദേഹം ഒഴിപ്പിച്ച സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു ശരിക്ക് അങ്ങനെയാണോ ഒരു കയ്യേറ്റം ഒഴിവുണ്ട്. അങ്ങനെ കയ്യേറ്റം നടന്ന ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്, ഒരുപാട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കെട്ടിയ ബിൽഡിങ്ങുകളാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊളിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടായിരുന്നോ ഒരു കയ്യേറ്റം ഒഴിപ്പിക്കൽ നടത്തേണ്ടത് എന്നൊക്കെ പലരും ചോദിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ശരിയുണ്ട്. കാരണം ഇത് അദ്ദേഹം കൊടുത്തൊരു കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജാണ്. നിയമലംഘനം നടത്തുന്നവർക്കും അതുപോലെ തന്നെ ഈ ഭൂമി അനാവശ്യമായി തെറ്റായ രീതിയിൽ കയ്യേറുന്നവർക്കൊക്കെ ഉള്ള ഒരു താക്കീതായിരുന്നു ആ ഒരു എവിക്ഷനിലൂടെ, അത് ഒരു ഒഴിപ്പിക്കലിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത് എന്ന് വേണം കരുതാൻ. കൂടാതെ ഞാനൊക്കെ പഠിച്ച കാലത്ത് ഈ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ അദ്ദേഹം ഈ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെന്റ്, അതായത് നമുക്കറിയാം ആ ഒരു സമയത്ത് പഠിച്ച ആൾക്കാർക്കൊക്കെ അറിയാം, ഈ ഉബുണ്ടു ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ എല്ലാവർക്കും ഒരു കമ്പ്യൂട്ടറിനെ എതിർത്ത ഒരു പാർട്ടിയിൽ നിന്നുള്ളൊരു വ്യക്തി നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ഒരു നിലയിലേക്ക് ആ കാര്യങ്ങളൊക്കെ എത്തി. അന്ന് എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നും കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എല്ലാവർക്കും. സോ അതിലൊക്കെ വളരെയധികം അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഒരുപാട് അതായത് കോസ്റ്റ് അദ്ദേഹം ഒഴിവാക്കി. അങ്ങനെയുള്ള അതൊരു വലിയൊരു കാര്യം തന്നെ എന്ന് വേണം പറയാൻ. പിന്നെ നമുക്ക് പറയാനുള്ളത് വി എസ് അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കറപ്ഷനെതിരായിരുന്നു, അത് അഴിമതിക്കെതിരായിരുന്നു. അതുപോലെ തന്നെ ഈ നെൽവയൽ നികത്തൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം വളരെയധികം എതിരായിരുന്നു. അദ്ദേഹം മത്സരിച്ചത് പാലക്കാട് മണ്ഡലത്തിൽ നിന്നാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്കിപ്പോൾ കേരളത്തിന്റെ ഒരു തനതായ സൗന്ദര്യം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാലക്കാടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. കാരണം പാലക്കാടിന്റെ ഗ്രാമഭംഗിയും അതുപോലെ തന്നെ നെൽവയലുകളൊന്നും ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാനില്ല. ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ അവിടെ മത്സരിച്ച് ജയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാർക്കശ്യമായുള്ള നിലപാടുകൾ കൊണ്ടോ ആയിരിക്കാം അവിടെയുള്ള നെൽവയലുകളൊന്നും കൂടുതലായി നികത്താതെ
രക്ഷപ്പെട്ടു പോയത്. അതുപോലെ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കാരനായ പിണറായി വിജയനായിട്ടുള്ളൊരു പോര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിന്റെ പേരിൽ അദ്ദേഹവും അതുപോലെ തന്നെ പിണറായി വിജയൻ, എനിക്ക് 2009 തോന്നുന്നു, പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് വരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അതിനിടയ്ക്ക് രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള വലിയൊരു ശത്രുത. എന്നാൽ VS അച്യുതാനന്ദന്റെ ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ പിണറായി വിജയനെതിരെ അദ്ദേഹം സ്വന്തം പാർട്ടിക്കാരനായിരുന്നിട്ട് പോലും അദ്ദേഹം SNC ലാവ്ലിൻ എന്ന് പറയുന്നത് അഴിമതി തന്നെയാണ് എന്ന് തുറന്നു പറഞ്ഞ, ഒരു പേടിയും കൂടാതെ തുറന്നു പറഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ വലിയൊരു ചർച്ചയായെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ നിലപാട് ശരി എന്ന് തന്നെയാണ് കാലം തെളിയിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ, അത് അന്നത്തെ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, CPO കണ്ണൂർ CPM, അതുപോലെ തന്നെ BJP RSS ഇവരൊക്കെ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെട്ടിക്കൊലപ്പെടുത്തലുകൾ, അതിൻ്റെ ഒരു പരമ്പര തന്നെ ആ കാലത്തുണ്ടായിരുന്നു. അദ്ദേഹം ഈ കൊലപാതക രാഷ്ട്രീയങ്ങൾക്കൊക്കെ വളരെയധികം എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ്, പരസ്യമായി തന്നെ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം ഈ നമ്മുടെ TP ചന്ദ്രശേഖരന്റെ മരണശേഷം, വധിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയായ, അതായത് TP ചന്ദ്രശേഖരന്റെ ഭാര്യയായ രമയെ പോയി കാണുകയും ഈവൻ പാർട്ടി വിലക്കുണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം രമയെ പോയി കണ്ട് ഒരു കൃത്യമായ മെസ്സേജാണ് അന്ന് എല്ലാവർക്കും കൊടുത്തത്. അതായത് അദ്ദേഹം കൊലപാതക രാഷ്ട്രീയത്തിനൊപ്പം അല്ല എന്നുള്ളതിന്റെ. കാരണം അദ്ദേഹം ഒരുപാട് കണ്ടുവന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ അതിന്റെ ഉയർച്ച കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ഒരുപാട് സംഭാവനകൾ അദ്ദേഹം ചെയ്തിട്ടുള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ തെറ്റാൻ തീരെ സാധ്യതയില്ല. പക്ഷേ അദ്ദേഹത്തിനൊരു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉപരി അദ്ദേഹം ഒരു വികസന വിരോധിയാണ് എന്നൊക്കെ കുറെ ആൾക്കാർ അഭിപ്രായപ്പെട്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അതിനെപ്പറ്റി പറയുമ്പോൾ വികസന വിരോധി എന്ന് പറയുന്നതിൽ അത്ര കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം CM ആയിരുന്നു, അദ്ദേഹം ജനിച്ചു വളർന്ന ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ, അദ്ദേഹം ലോകത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരു വേറെ രീതിയിലായിരിക്കാം. കാരണം അദ്ദേഹം എങ്ങനെയാണല്ലോ വളർന്നു വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഓപ്പോസ് ചെയ്ത പല കാര്യങ്ങളും കൊണ്ട് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രൈവറ്റൈസേഷനൊക്കെ ഒരുപാട് എതിര് നിന്ന ഒരു വ്യക്തിയായിരുന്നു VS അച്യുതാനന്ദൻ. അങ്ങനെ നോക്കേണ്ട ഒരുപാട് പേർക്ക്, തൊഴിലാളി വർഗത്തിന് വേണ്ടി നിന്നൊരു പാർട്ടി, അങ്ങനെയുള്ള പാവപ്പെട്ട തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വികസന വിരോധി എന്നുള്ള പട്ടം ചെറുതായിട്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതിൽ വലിയ തെറ്റൊന്നും പറയാനില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കതിൽ കടമ്പുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈയിടെയായിട്ട് ഞാൻ വേറൊരു കാര്യം കണ്ടതാണ്. ന്യൂസ് ചാനലിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണശേഷം VD സതീശനൊക്കെ പറയുന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ചില നേതാക്കന്മാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു പ്രശ്നം ഉയർത്തി കാട്ടിയപ്പോൾ, VD സതീശൻ ഒരു പ്രശ്നം ഉയർത്തി കാട്ടിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ആ പ്രശ്നം എന്താണെന്ന് നോക്കി ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച് ആ പ്രശ്നത്തിൽ ഉന്നയിച്ച ആരോപണത്തിൽ എന്തെങ്കിലും കഴമുണ്ടോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതിൽ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം കൃത്യമായി അതിനുള്ള സൊല്യൂഷൻ ചെയ്തു കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. അതിന് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെന്നുള്ള ചിന്തകളോ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു അംഗീകാരം തന്നെയാണ്, ഒരു എതിർ പാർട്ടിക്കാരൻ അങ്ങനെ പറയുക എന്നുള്ള മരണശേഷം ആണെങ്കിൽ കൂടി എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്, നമുക്കെല്ലാവർക്കും വളരെയധികം അദ്ദേഹത്തിന്റെ ഒരുപാട് കൊമേഡിയന്മാരും അതുപോലെ തന്നെ ഒക്കെ സ്റ്റേജുകളിലൊക്കെ അദ്ദേഹത്തെ ഒരുപാട് അനുകരിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ചിരിപ്പിച്ച ഒരു മാനറിസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അത് സീരിയസ് ആയിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറയാണ്, കാരണം അദ്ദേഹം ഈ അത്തീസ്റ്റ് ആയതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയും ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു VS അച്യുതാനന്ദൻ. 4-ാം വയസ്സിൽ അമ്മയും അതുപോലെ തന്നെ 11-ാം വയസ്സിൽ അച്ഛനെയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ആ ഒരു സമയത്ത് ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം സഹായിച്ചില്ല. രണ്ടുപേരെയും മരണം കവർന്നെടുത്തു. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും തോന്നി, ഇത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്നെ സഹായിച്ചില്ലല്ലോ. അതിനു ശേഷമാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞ അത്തീസ്റ്റ് ആവുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹവും ഏതൊക്കെ ഒരു ഇന്റർവ്യൂവിലൊക്കെ അത് പറഞ്ഞു, ഞാൻ എത്തീസ്റ്റ് ആയത് ഈ ഒരു കാരണം കൊണ്ടാണ് എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിത രീതി വളരെ മികച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതുപോലെ തന്നെയാണ് അദ്ദേഹം ജീവിച്ചത് എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു മുഖ്യമന്ത്രിയായി ഇരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകനെതിരെ ചെറിയൊരു അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത് വളരെ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടില്ല. അതിനുശേഷം എന്തൊക്കെയോ അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബട്ട് അദ്ദേഹം ആ സമയത്ത് കുറച്ച് സൈലന്റ് ആയിരുന്നു. എന്നാൽ ആ ഒരു ഇഷ്യൂവിൽ VSന് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് കരുതാൻ വയ്യ. അതിനുള്ള തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല.
അതുപോലെ തന്നെ ഈ കാര്യം പറഞ്ഞിരിക്കെ തന്നെ അദ്ദേഹം തീരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ല അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള പാർട്ടിയിലുള്ള ആൾക്കാരെ അദ്ദേഹം വളരെ മോശമായിട്ടൊന്നും അല്ലെങ്കിൽ വിറ്റി, അതായത് ഒരു തമാശ രൂപേണ പരിഹസിക്കാറുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ ഷാർപ്പുമായിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒരു സർക്കാസ്റ്റിക്കലി ആണെങ്കിൽ കൂടിയും വളരെ ഷാർപ്പായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത്. ഇതൊക്കെ എതിരാളികൾക്ക്, അതായത് മറ്റു പാർട്ടിയിലെ നേതാക്കന്മാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് വി.എസ്. അച്യുതാനന്ദനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം അദ്ദേഹം ഇത്രയും സംഭാവനകൾക്ക് ശേഷം അദ്ദേഹം കഴിഞ്ഞ ജൂലൈ 21 നമ്മളെ വിട്ടുപോയി. വി.എസ്. അച്യുതാനന്ദൻ ജനകീയതയുടെ പര്യായം. നീതിയേക്കാൾ മുൻപേ വന്നവർ ജനാധിപത്യത്തിനായി പോരാടിയ ഒരു കാലത്തെ ഓർമ്മപ്പെടുത്തുന്നയാൾ. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ജനഹൃദയങ്ങളിൽ എന്നും ജീവിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം മാത്രമല്ല, അതൊരു ചെറുപ്പക്കാരൻ തികച്ചും അഭാവങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ കാണിക്കുന്ന അസാമാന്യ ഉത്സാഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പ്രതീകമാണ്. പ്രതീക്ഷയുടെയും പോരാട്ടത്തിൻ്റെയും യാത്ര.